വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുമ്പോൾ ധനവകുപ്പിനെതിരെ CAG റിപ്പോർട്ട്. നികുതി പിരിവിൽ വലിയ വീഴ്ചയെന്നും CAG റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. 7100 കോടി രൂപയുടെ നികുതി പിരിവിൽ വീഴ്ചയുണ്ടായി. കഴിഞ്ഞ 5 വർഷമായുള്ള നികുതി പിരിവിലെ വീഴ്ചയാണ് ഇത്രയും തുക. വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, CAG റിപ്പോർട്ടിൽ ധനവകുപ്പിനെതിരെ രൂക്ഷമായ കണ്ടെത്തലുകൾ, രൂക്ഷമായ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് പരാമർശിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകൾക്കും വിമർശനമുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗീസ, ഈ നികുതി വർധനയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. അപ്പോൾ അതിൽ സർക്കാർ നൽകിയിരിക്കുന്ന ഒരു കാര്യം ഈ വരുമാനം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് മറുപടിയായി പ്രതിപക്ഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആവർത്തിക്കുന്നത് കാരണം ഈ നികുതി പിരിവ് കാര്യക്ഷമമല്ല, നികുതി പിരിവിലെ പരാജയമാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ കാരണം എന്നുള്ളൊരു വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇപ്പോൾ CAG ഇന്നിപ്പോൾ അല്പസമയത്തിന് മുമ്പ് നിയമസഭയിൽ വെച്ച CAG റിപ്പോർട്ടിലും ധനവകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഈ നികുതി പിരിവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ റവന്യൂ കുടിശ്ശിക പിരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ച ധനവകുപ്പിന് സംഭവിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷത്തോളമായി 7100 കോടി രൂപയാണ് ഈ കുടിശ്ശിക ഇനത്തിൽ പിരിച്ച് എടുക്കാനുള്ളത്. ഈ 12 വകുപ്പുകളിൽ ആയാണ് ഇത്തരം തുക ഉള്ളത്. ഈ വകുപ്പുകൾ ഏതൊക്കെയെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ഈ തെറ്റായ നികുതി നിരക്കിന്റെ ഈ GST ചുമത്തിയതിലൂടെ 11 കോടിയുടെ കുറവുണ്ടായി. തെറ്റായ നികുതി നിരക്ക് ചുമത്തിയതിലൂടെ നഷ്ടമുണ്ടായത് ഏതാണ്ട് 18.57 കോടി രൂപയാണ്. ഇത്തരത്തിൽ തെറ്റായി തിരുത്തിയത് 36 പേരുടെ നികുതി നിരക്കാണ്. യോഗ്യതയില്ലാതെ ഇളവ് നൽകിയതിലൂടെ 11 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തെറ്റായ നികുതി നിർണയം മൂലം 7 കോടി രൂപ കുറച്ചു പിരിച്ചു. ഈ പിരിവിലും കുറവുണ്ടായി. അതുപോലെ തന്നെ എക്സൈസ് കമ്മീഷണർക്കെതിരെയും CAG റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ഈ മദ്യ ലൈസൻസ്, വിദേശ മദ്യ ലൈസൻസ് നൽകിയത് ക്രമരഹിതമായി നടപടിക്രമങ്ങൾ പാലിക്കാതെ നൽകിയതിലോടുകൂടി 26 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നും CAG റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ഇത്തരത്തിൽ റവന്യൂ വരുമാനത്തിൽ 18 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഏതായാലും രൂക്ഷമായ ഈ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും നികുതി വർധനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങളും ഒക്കെ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ CAG റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലിപ്പോൾ ഈ റവന്യൂ കുടിശ്ശിക പിരിക്കുന്നതിൽ ഉണ്ടായ വീഴ്ച തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. CAG 7100 കോടി രൂപയാണ് ഇത്തരത്തിൽ പിരിച്ചെടുക്കാനുള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഈ നികുതി ചുമത്തിയതിൽ ഉൾപ്പെടെ വീഴ്ചയുണ്ടായി എന്നുള്ള ഒരു കണ്ടെത്തലും CAG റിപ്പോർട്ടിൽ ഉണ്ട്. ഗീസ്, അതിനൊപ്പം തന്നെ ഈ 7100 കോടി രൂപ എന്നത് ധനവകുപ്പിൽ മാത്രം നിന്നുള്ളതാണോ എന്നൊരു ചോദ്യമുണ്ട്. അതായത് ധനവകുപ്പിൽ നിന്ന് മാത്രമാണോ? CAG റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 12 വകുപ്പുകളിലാണ് ഇത്രയും ഈ റിപ്പോർട്ട് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 12 വകുപ്പുകളിൽ നിന്നുമാണോ ഇത്രയും വലിയ ഭീമന്മാരൊരു തുക പിരിച്ചു കിട്ടാനുണ്ട് എന്ന്, അല്ലെങ്കിൽ കുടിശ്ശിക പിരിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്? 12 വകുപ്പുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ പിരിവ് പൂർത്തിയാകാതിരുന്നത്. അത് ഏതൊക്കെ വകുപ്പുകളാണ് എന്നുള്ളതില്ല എന്നുള്ളതാണ്. ഇതിന്റെ ചുമതല ധനവകുപ്പിനാണ്. അത്തരത്തിൽ 7100 കോടി രൂപയുടെ നികുതി പിരിക്കുന്നതിലാണ് വീഴ്ചയുണ്ടായിട്ടുള്ളത്. അത് ഈ കഴിഞ്ഞ 5 വർഷത്തെ കണക്കാണ്. ഈ 5 വർഷത്തെ ഇനത്തിലാണ് ഈ നികുതി കുടിശ്ശികയാണ് പിരിക്കാനുള്ളത്. അത്തരത്തിലാണ് ഈ 7100 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഈ രേഖകളൊക്കെ പരിശോധിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. നികുതി പിരിക്കുന്നതുമായി ഈ നികുതി ചുമത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ രേഖകൾ പരിശോധിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. അതിലൂടെ 7.5 കോടി രൂപയോളം നഷ്ടമായിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ തുകയും ഈ നികുതി ഇനം, അതിൻ്റെ പലിശ ഇനം തുടങ്ങിയ കാര്യങ്ങളിലാണ് വീഴ്ച സംഭവിച്ചതെന്നും ഈ CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗീസ്, അതിനൊപ്പം തന്നെ ഈ ഫ്ളാറ്റുകളുടെ മൂല്യനിർണ്ണയത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ? കാരണം റിപ്പോർട്ട് പറയുന്നത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ മൂല്യനിർണ്ണയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ധനവകുപ്പ് ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ ഫ്ളാറ്റുകളുടെ മൂല്യം കണക്കാക്കിയതിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ വീഴ്ച സംഭവിച്ചതിലോടുകൂടി റവന്യൂ വകുപ്പിന് ഏതാണ്ട് 1.5 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. അത് ഈ സ്റ്റാമ്പ് തീരുവ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഇനത്തിലാണ് ആ നഷ്ടം ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. മൂല്യം കൃത്യമായി കണക്കാക്കിയില്ല. അതനുസരിച്ചുള്ള ഈ നിലവിലെ മാർക്കറ്റ് വാല്യൂവിനനുസരിച്ചുള്ള വില ഉണ്ടായില്ല. പകരം
അതിലുണ്ടായ വീഴ്ചയാണ് 1.5 കോടി രൂപയുടെ നഷ്ടം ഈ സ്റ്റാമ്പ് തീരുവ, രജിസ്ട്രേഷൻ തുടങ്ങിയവയിൽ ഉണ്ടായി എന്നുള്ളത്. മറ്റൊരു കാര്യം ഉള്ളത്, രൂക്ഷമായ വിമർശനം അല്ലെങ്കിൽ ഒരു കണ്ടെത്തലുള്ളത് പ്രധാനമായും ഈ എക്സൈസ് കമ്മീഷണർക്കെതിരെയാണ്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ വിദേശ മദ്യ ലൈസൻസ് അനുവദിച്ചിരുന്നതിലുള്ള വീഴ്ചയാണ്. അത്തരത്തിൽ ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് അതിൻ്റെ ചട്ടങ്ങൾ പാലിക്കാതെ ലൈസൻസ് നൽകി. ഈ ലൈസൻസ് അങ്ങനെ നൽകിയതിലൂടെ 26 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും കൂടി CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഏതായാലും ഈ നികുതി വർധനവിനെ സർക്കാർ ന്യായീകരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഇന്ധന സെസ് ഉൾപ്പെടെ എല്ലാം വർദ്ധിപ്പിച്ച ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം അതിനെതിരെ പ്രതിഷേധമൊക്കെ ഉയർത്തുന്ന ഒരു ഘട്ടത്തിൽ ഈ നികുതി വർധനവിനെ സർക്കാർ ന്യായീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ വലിയ കുടിശ്ശിക പിരിവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്.